ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ വ്യക്തിയാണ്. ചിത്രകാരനാണ്, കലാസംവിധായകനാണ്, ഛായാഗ്രാഹകനാണ്, സർവോപരി പ്രഗത്ഭനായ സംവിധായകനുമാണ്. ട്രെൻഡുകൾ ഉണ്ടാക്കുന്നതിൽ എന്നും അദ്വിതീയൻ. അതെ, ദ റിയൽ ഹിറ്റ് മേക്കർ ശ്രീ IV ശശി. ഞാൻ അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഈ സമാഗമം പ്രോഗ്രാം ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നൊരു ദിവസമാണെന്ന്. കാരണം ശശിയേട്ടൻ്റെ സിനിമ കണ്ടു തുടങ്ങുന്നൊരു കാലത്ത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ശശിയേട്ടനോടൊപ്പം ഇരുന്ന് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നൊക്കെ. ശശിയേട്ടൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളെന്ന നിലക്ക് എനിക്ക് ശശിയേട്ടനോട് അത്രയും അടുപ്പമുള്ള നിലയ്ക്ക് ഞാൻ ശശിയേട്ടൻ്റെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. സംവിധായകൻ മാത്രമല്ല, ക്യാമറാമാനായി ശശിയേട്ടൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ആർട്ട് ഡയറക്ടർ ആവുന്നത് കണ്ടിട്ടുണ്ട്, മേക്കപ്പ് മാൻ ആവുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധായകൻ മാത്രമല്ല, ഒരു ടോട്ടൽ ഫിലിം മേക്കറാണ് ശശിയേട്ടൻ. അങ്ങനെ സിനിമയോട് അത്രയധികം പാഷനുള്ള വളരെ കുറച്ച് പേരിൽ ഒരാളായിട്ട് എനിക്ക് ശശിയേട്ടൻ നേരത്തെ തോന്നിയിട്ടുണ്ട്. എന്നാണ് ശശിയേട്ടൻ ഈ സിനിമയോട് ഈ പാഷൻ തുടങ്ങിയത്? എന്നാണ് മനസ്സിലേക്ക് സിനിമ കടന്നു വന്നത്? എന്നാണ് ശരിക്കും ഒരു ഓർമ്മയില്ല. ഓർമ്മ വയ്ക്കുമ്പോഴേ സിനിമ മനസ്സിലുണ്ടായിരുന്നു. സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടായിരുന്നു. ആർട്ട് ഡയറക്ടർ ആവണമെന്ന് ഉദ്ദേശിച്ച് വന്നത്. അതിനുവേണ്ടി ഞാൻ പഠിച്ചു. 2 ഡിപ്ലോമ ഹോൾഡറാണ്. അങ്ങനെയാണ് മദ്രാസിലേക്ക് പോയത്. ആ ഡയറക്ഷൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ ഡയറക്ഷൻ ക്യാമറമാൻ ആവശ്യിച്ചു. വിവിൻദാസോടെ കുറേ ക്യാമറാസിൻ്റെ വർക്ക് ചെയ്തു. പിന്നെ വിവിൻദാസ് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാനാണ് ക്യാമറമാൻ. ശരി. പിന്നെ അതേ വിവിൻദാസ് എൻ്റെ ക്യാമറമാനായി. അതെ. എന്നും വ്യത്യാസമുള്ള സിനിമകളാണ് ശശിയേട്ടനിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. തുടക്കകാലം മുതൽ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ കളിപ്പാവയും കാറ്റ് വിതച്ചവനും ഒക്കെ നമ്മൾ കാണുമ്പോൾ വ്യത്യസ്തനായ ഒരു ഫിലിം മേക്കർ എന്ന് തോന്നിയിട്ടുണ്ട്. കളിപ്പാവും കാറ്റ് വിതച്ചവനും എൻ്റെ സിനിമയല്ല, ശശിൻ്റെ പേരിലല്ലാന്നേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ IV ശശി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു എന്ന് സിനിമയിലുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഒരുപാട് പ്രേക്ഷകർക്കൊക്കെ കുറേ അറിയാൻ പാടുണ്ടാവും. അപ്പോൾ അന്നൊക്കെ ഈ എന്നും എന്താ പറയുക, പ്രതിനായകനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മനുഷ്യൻ സമൂഹത്തിൽ വെറുക്കുന്ന ചില ക്യാരക്ടേഴ്സിനെ നായകനാക്കി അത്തരം കഥകൾ കണ്ടെത്തുന്നതിലും, അല്ലെങ്കിൽ പിന്നെ സ്വതന്ത്ര സംവിധായകനായി ആദ്യം വന്ന ഉത്സവം പോലും അങ്ങനത്തെ സിനിമകളായിരുന്നു. ബേസിക്കലി ഞാൻ ആർട്ട് ഡയറക്ടർ ആയിരുന്നു, ആർട്ടിസ്റ്റാണ്. ആകുമ്പോൾ കുറച്ചൊരു മാക്സിമം നാച്ചുറലിലേക്ക് വരാനും റിയാലിറ്റിയിലേക്ക് പോകാൻ തോന്നിക്കും. ഒരു പടം പോലെ അടുത്ത പടം വരുന്ന ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ കുറേ വെറൈറ്റി ചെയ്യാൻ സാധിച്ചത്. ഈ ഉത്സവം എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് എങ്ങനെയാണ് ശശിയേട്ടൻ്റെ മനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എങ്ങനെ ശശിയേട്ടൻ കണ്ടെത്തിയതാണ്? അത് ഞാൻ കണ്ടെത്തിയല്ല, ഷെരീഫാണ്. ഷെരീഫ് എഴുതിയൊരു വെള്ളം സർവത്ര എന്നെ ഒരു ചെറിയ കഥ, ഷോർട്ട് സ്റ്റോറി അല്ല, ഒരു നോവലിട്ടുമായിട്ടുള്ള സാധനം. അത് ഡെവലപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ട് എടുത്ത സബ്ജക്റ്റാണത്. സാഹിത്യമായിട്ട് എങ്ങനെയാണ് ശശിയേട്ടൻ്റെ ഒരു ബന്ധം? ഒരുപാട് സാഹിത്യകാരന്മാരായിട്ട് കുറേ ബന്ധമുണ്ടായിരുന്നു. കോഴിക്കോടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളിലൊക്കെ നോക്കുമ്പോൾ കാണാൻ IV ശശി വന്നിരുന്നു. അങ്ങനെയൊക്കെ ഒരു അടുപ്പം സാഹിത്യകാരന്മാർ. മദ്രാസിൽ പോകുന്നതിന് മുമ്പേ ഞാൻ കുറേ പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഒക്കെ പുള്ളി കാണിക്കാറുണ്ട്. പറയും, അങ്ങേരും പറയാറുണ്ട്, നീ ഇവിടെ നിൽക്കേണ്ട, സിനിമയൊക്കെ പോയിക്കോ പറയാറുണ്ട്. അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. തുടക്കകാലത്തെ സിനിമകളിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഉമ്മുക്കായിട്ടൊരു ആത്മബന്ധമുണ്ട് KP ഉമ്മറുമായിട്ട്. അന്നത്തെ നായക സങ്കല്പത്തിലുള്ള ആളായിരുന്നില്ല ഉമ്മുക്ക. ശരിക്കും വില്ലൻ റോളിൽ മാത്രം ചെയ്തിരുന്ന ഉമ്മുക്ക എപ്പോഴും ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ശശിൻ്റെ സിനിമകളിൽ എന്നും നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നത് എപ്പോഴും KP ഉമ്മറായിരുന്നു. ഉത്സവത്തിലെ നായകൻ ഉമ്മറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് വിതച്ചവനിലും ഒക്കെ വളരെ ഡിഫറെൻറ്റ് ക്യാരക്ടർ. കവിതയിലും 3 വയലിൽ തന്നെയായിരുന്നു. അതെ. എന്താണ് KP ഉമ്മറുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ കാരണം? അങ്ങനെ ചിലരെ കൂടുതൽ ഇഷ്ടപ്പെടില്ലേ. ഇപ്പോൾ സിദ്ദിഖ് തന്നെ നമ്മൾ എത്ര വർക്ക് ചെയ്യുമ്പോൾ ചിലവരുടെ നമുക്ക് പ്രത്യേക താല്പര്യം തോന്നും. അത് എന്താണെന്നുള്ളത് പറയാൻ പ്രയാസമാണ്. എന്തോ ഒരടുപ്പം തോന്നും. ചിലരെ കാണുമ്പം ഒരു കാര്യമില്ലാണ്ട് എനിക്ക് ദേഷ്യം വരും ചെയ്യും. ഒരു കാര്യം ഉണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് കാണുമ്പോൾ എന്തോ ഭയങ്കര ദേഷ്യം വരും. ഒരു ചോട്ട് കൊടുക്കണം. ആർട്ട് ഡയറക്ടർ ആവാനാണ് സിനിമയിൽ വന്നതെന്ന് പറഞ്ഞല്ലോ ചേച്ചേട്ടൻ. ശരിക്കും ഒരു തുടക്കം എങ്ങനെയായിരുന്നു? സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ആരുടെ കൂടെയായിരുന്നു? ആരുടെ കൂടെ പോകണമെന്നൊരു പിടിയില്ല. പിന്നെ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ബന്ധമുള്ള ആളായിരുന്നു, എൻ്റെ വളരെ അടുപ്പുള്ള ഒരാൾ സജസ്റ്റ് ചെയ്ത് S കൊന്നനായിട്ട് ആർട്ട് അന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ട് ഡയറക്ടർ. അപ്പം അങ്ങയുടെ തറവാട് കോഴിക്കോടാണ്. ഞാൻ അവിടെ പോയി സംസാരിച്ചു, വരാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ കൂടെയായിരുന്നു ഒരു 1.5 വർഷത്തോളം. കലാസംവിധാനമായിട്ട് തന്നെ. കലാസംവിധാനം, കലാ അസിസ്റ്റൻറ്റ്. അന്ന് ഈ കലാ അസിസ്റ്റൻ്റ് തന്നെ ഇപ്പോഴാണ് ആർട്ട് ഡയറക്ഷനൊക്കെ ഒരു വാല്യൂ കൂടി തുടങ്ങി. അന്ന് എന്താണെന്ന് വെച്ചാൽ സാധാരണ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആർട്ട് ഡയറക്ടർ അസിസ്റ്റൻ്റ് ജോലി എന്ന് വെച്ചാൽ ഈ സാധനം എടുത്ത് മാറ്റുക, ഫർണിച്ചർ എടുത്ത് മാറ്റി വയ്ക്കുക, ഇതല്ലാണ്ട് വേറൊരു ജോലിയൊന്നുമില്ല.
കലയൊന്നും വേണം. കലയൊന്നും വേണമെന്നില്ല, സാധനം പിടിച്ച് മാറ്റി ഒരു പ്രൊഡക്ഷൻ പോയിന്റ് ജോലിയാണ് ആ ടച്ചിൻ്റെ ജോലിയും. ശരി. അന്നൊക്കെ ശശിധരൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അല്ലേ? കുങ്കുമത്തിൻ്റെ ഒക്കെ കവർ പേജിലൊക്കെ അന്ന് ശശിധരൻ വരച്ച് വന്ന്. കുങ്കുമത്തിനുണ്ട്, പിന്നെ മനോരമ വന്നിട്ടുണ്ട്, മാതൃഭൂമി വന്നിട്ടുണ്ട്, ചന്ദ്രയിൽ റെഗുലറായിട്ട് രജിസ്ട്രേറ്റർ ആയിരുന്നു ഞാൻ. അത് സിനിമയിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഈ കലാസംവിധാനമായിട്ട് പിന്നെ ഈ കുന്നനാട് സാറിൻ്റെ കൂടെ മാത്രമാണോ വർക്ക് ചെയ്തത്? അത്രേ ഉള്ളൂ, വേറെ വർക്ക് ചെയ്തില്ല. പിന്നെ ഹരിഹരൻ വന്നപ്പം, ഹരിഹരൻ എൻ്റെ ഫ്രണ്ടാണ് ഡയറക്ടർ. പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിച്ചു, നീ ആ ഡയറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ആർട്ട് ഡയറക്ഷൻ പറഞ്ഞത്, കളിയല്ല കല്യാണം എന്നുള്ള പടം. അപ്പോൾ ആക്ച്വലി ഹരിഹരനാണ് എന്നെ ആർട്ട് ഡയറക്ടർ ആക്കിയത്. പിന്നൊരു വിധത്തിൽ ഡയറക്ടർ ആവാനും കാരണം ഹരിഹരനാണ്. 2-3 പടം ഒന്നിച്ച് വന്നപ്പോഴത്തേക്കും അങ്ങേർക്ക് AB രാജ് ഡയറക്റ്റ് ചെയ്ത പടത്തിന് ഫസ്റ്റ് പിക്ചർ കളിയല്ല കല്യാണം, അതിൻ്റെ മുമ്പുള്ള പടം കളിപ്പാവ എന്നുള്ള പടം ഉണ്ടല്ലോ, അതിൽ കൂടെ ഞാൻ അങ്ങനെ കൂടെ നിന്നെങ്കിലും. പക്ഷേ അപ്പോൾ AB രാജൻ്റെ കൂടെ നിൽക്കുന്നത് ഹരിഹരനാണ്. ഹരിഹരന് കൃഷ്ണനായുടെ കൂടെ മങ്കമ്മിൽ ഏതോ ഒരു പടത്തിൻ്റെ സുജാതി ഏതോ ഒരു പടം മങ്കമ്മ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞേടോ ഞാൻ പോവാണ്, ഈ കണ്ണൂർ ഡിലീസുള്ള പടം, ആ പടത്തിന് നീ നിൽക്കണം പറഞ്ഞു. ഞാൻ ചോദിച്ചു പറ്റില്ല, ആ ഡയറക്ടർ ചെയ്യുന്നാൽ അല്ല, സെറ്റ് ഇട്ട് ഞാൻ ജോലിയൊന്നും ഇല്ലല്ലോ, കൂടെ ഒന്ന് പുള്ളി സഹായിച്ചാൽ എന്ന് പറഞ്ഞു. അങ്ങനെ AB രാജിനെ സഹായിക്കാൻ കൂടി എന്നാണ് ഞാൻ വന്നത്. അപ്പോൾ അത് പറയാൻ കാരണം അസിണ്ടാകാനുള്ള കാരണം ആ ഡയറക്ടർ ആകുന്നു ഹരിഹരനാണ്, അസിണ്ടാക്കിയതും ഹരിഹരൻ സാർ തന്നെയാണ്. പക്ഷേ ആ പടത്തോടെ ഞാൻ നിർത്താൻ വിചാരിച്ചാണ്. ആ പടത്തിലൊരു തമാശ വെച്ചാൽ കണ്ണൂർ ഡീലേഴ്സിൻ്റെ പടം ഉണ്ടല്ലോ, അതിൽ ക്ലൈമാക്സ് ഒരു ഇപ്പോഴത്തെ വലിയ സെറ്റൊന്നും വലിയ സെറ്റൊന്നും ഇല്ല, ആകെപ്പാടെ ഒരു എൽ ഷേപ്പ്, ഒരു ഇത്രയും ഉണ്ടാവുള്ളൂ. ഈ എൽ ഷേപ്പ് കൂടെ ഇങ്ങോട്ട് പോയാൽ ഗുഹമാരിലാണ്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് വന്നാൽ ഇങ്ങനെ 2-3 ടേൺ കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകുന്നതാണ് സ്ഥലം. അതിൻ്റെ കഥയിൽ വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ്. ഇവിടുന്ന് കഴിഞ്ഞാൽ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചിടും. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് കണ്ടിട്ടുണ്ട്, ഇതെല്ലാം കംപ്ലീറ്റ് കുഴപ്പമാക്കി. എനിക്ക് യാതൊരു പേറിയില്ല, AB രാജു അങ്ങനെ തന്നെയായിരുന്നു. അതേമാതിരി ആ പടത്തിൽ ഷൂട്ടിംഗ് സമയത്ത് തിരുവനന്തപുരം ടു കണ്ണൂർ പോവാണ്. അപ്പോൾ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പല സംഭവങ്ങളും, ഇയാളൊരു കുട നമ്മളെ ശങ്കരടിച്ചേട്ടൻ ഒരു കുട കമ്മത്തി ഓർമ്മയുണ്ടാവും. ഈ കുട ഏതോ സ്റ്റേഷനിൽ മിസ്സാകുന്നുണ്ട്. മിസ്സായ സ്ഥലത്ത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് പിന്നെ കുട വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ പോകണോ എല്ലാം കുട, അങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ കുളമായി. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മളെ വാസുദേവ് സാറാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ് അങ്ങേര്. പുളിച്ച തീറ്റ പറഞ്ഞിട്ടുള്ളൂ. കേട്ടു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ പ്രശ്നം, ഈ ലെഫ്റ്റ് റൈറ്റ് എന്താണ്, കണ്ടിന്യൂറ്റി എന്താണെന്നൊക്കെ. അന്ന് പിന്നെ ഞാൻ സെറ്റിൽ നിന്ന് ഒരു പോകില്ല, ഷൂട്ടിങ് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡയറക്ടർ ജോലി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ഷൂട്ടിംഗ് സമയത്ത് സാധാരണ സെറ്റ് കഴിഞ്ഞാൽ പോയി പറയാൻ പോകുമല്ലോ, പിന്നെ ഞാൻ എല്ലാ സെറ്റിലും അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ പല ഡയറക്ടേഴ്സ് ഇങ്ങനെ അന്നങ്ങനെ ഒരു ട്രോളി ഇട്ട് കഴിഞ്ഞാൽ ആ ട്രോളിൽ നിന്ന് ക്യാമറ ഇറക്കില്ല, ആ സിനിമ ട്രോളി തന്നെ ആയിരിക്കും. ഒരാൾ 3-4 പേര് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വലിക്കും, പിന്നെ അവിടെ കട്ടയ മറ്റേടന്ന് കൂടെ വലിക്കും. ഇങ്ങനെ എന്തെങ്കിലും മാറ്റി കട്ട് ചെയ്തെടുത്താൽ എന്താ കുഴപ്പം. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൻ്റെ പിന്നെ മറ്റുള്ള പടങ്ങൾ കാണും. അപ്പോൾ മലയാള പടം മാത്രം യാതൊരു വ്യത്യാസം കാണുന്നില്ല. എല്ലാം ഒരു ഫോർമാറ്റ് ഉണ്ടാവും, ഒരു ലോങ് ഷോട്ട്, മിഡ് ഷോട്ട്, 2 ക്ലോസപ്പ്, 2 സജഷൻ. ഇതൊന്നും മാറ്റിയാൽ എന്താണെന്ന് മനസ്സിലുണ്ട്. പക്ഷേ ഇതാരും പറയാൻ ഒക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമേന്ദ്രൻ ഉത്സവം എടുക്കാൻ വിളിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ 2 എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് പേടിയില്ല, കാരണം 2 നന്നായി വന്നു. അതെല്ലാവരും അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മാതിരി എല്ലാവർക്കും അറിയാതെ ബാക്കി ആർട്ടിസ്റ്റിനൊക്കെ അറിയായിരുന്നു. പ്രത്യേകിച്ചൊരു KP മെമ്പർ ഉണ്ടായിരുന്നു, വിജയ് നിർമ്മല ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ എൻകറേജ് ചെയ്തു, ചെയ്തോളൂ നീ 2 പടം ചെയ്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അന്നൊക്കെ ശശിധരൻ്റെ പടങ്ങളിൽ തുടർച്ചയായിട്ട് അഭിനയിച്ചിരുന്ന ആളുകളാണ് കമൽഹാസൻ, സോമേട്ടനൊക്കെ അല്ലേ. അന്നത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു, സിനിമയുമായിട്ടുള്ള ഒരു ടീം സ്പിരിറ്റ് എങ്ങനെയായിരുന്നു? അന്നത്തെ ആർട്ടിസ്റ്റും ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല, ഭയങ്കര ഫ്രണ്ട്സ്. നമുക്ക് ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് വെച്ച് ബാക്കി എപ്പോൾ നോക്കിയാലും ബഹളമാണ്, അടിപിടി ബഹളവും എടാ പോടാ വിളി. ശരി. എന്നെ എടാന്ന് വിളിക്കുന്ന ഒറ്റ ഡയറക്ടർ ആർട്ടിസ്റ്റ് ഉള്ളത് സോമ മാത്രമേ ഉള്ളായിരുന്നു. കമൽ പിന്നെ പലതും വിളിക്കും, പല പേര് വിളിക്കും, പറയാനൊക്കെ പേര് പറയുന്നുണ്ട്. പിന്നീട് വന്നൊരു സിനിമയായിരുന്നു അഭിനന്ദനം. അതും ഒരു ഫാക്ടറിയും അതിൻ്റെ സമരവും അതിനോട് ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങളും, അതും അന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് ശശിധരൻ സെലക്ട് ചെയ്യുന്നത്? വായിക്കുന്നതുണ്ടാവും, പിന്നെ പല പറഞ്ഞ അഭിപ്രായം, മിക്കവാറും ചില നോവൽസോ അല്ലെങ്കിൽ ചില ഇൻസ്പിറേഷൻ ഉണ്ടാവും പലതിൻ്റെ, അങ്ങനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ റൈറ്റായി ഇരുന്ന് സംസാരിക്കും. പിന്നെ ഇപ്പം ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അറിയാൻ എന്തെങ്കിലും പറയില്ലേ, അത് മനസ്സിൽ കുറിച്ചേക്കും. മറന്നുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ പോയിട്ട് ഇരുന്ന് എഴുതി വയ്ക്കും. എന്നാണ് ആദ്യമായിട്ട് കളർ സിനിമ ചെയ്യുന്നത്? ഏത് സിനിമ? ഇതാ ഇവിടെ വരെ. പത്മനാഭൻ സാറിൻ്റെ സ്ക്രിപ്റ്റും ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതാ ഇവിടെ വരാനായിരുന്നു. പെട്ടെന്ന് കരിയറിലൊരു ശശിധരൻ്റെ കരിയറിൽ പെട്ടെന്നൊരു വളർച്ച ഉണ്ടാക്കി തന്നൊരു സിനിമയായിരുന്നു അല്ലേ? പെട്ടെന്ന് തന്നെ ഒരു ശ്രദ്ധിക്കാൻ തുടങ്ങിയ പടമാണ്. അല്ല ആദ്യം മുതൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇതവരുടെ കളർ വന്നപ്പോഴത്തേക്ക് അതിനൊരു വേറെ കളറായി, സിനിമയ്ക്ക് ഒരു വേറെ കളർ. അല്ല, അതുവരെ നമ്മൾ കണ്ടിരുന്ന സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു ഇതായിട്ട് വരെ. ഇങ്ങനൊരു റിവെഞ്ച് ഒരിക്കലും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനൊരു പേര്, ഒരു സിനിമയ്ക്ക് ഇങ്ങനൊരു പേരിട്ട് നമ്മൾ ഇതാ ഇവിടെ വരെ എന്നൊരു പേര് വരുന്നു. അത് കാര്യമുള്ള ക്രിയേറ്റാണ്. പേര് തന്നെയാണ്. വളരെ വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു. ശരിക്കും സിനിമയിലും ജീവിതത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയൊരു സിനിമയായിരുന്നല്ലോ അവളുടെ രാവുകൾ. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ തുടക്കം? എങ്ങനെയായിരുന്നു? അതും ഇതുപോലെ തന്നെ ഷെരീഫിൻ്റെ ചെറിയ നോവലായിരുന്നു. പക്ഷേ അത് സിനിമയാക്കിയാൽ ശരിയാവില്ല എന്ന് ഡിസ്ട്രിബ്യൂട്ടർ പാവണിയാണ് അതിൻ്റെ.
രാമേന്ദ്രൻ പറഞ്ഞപ്പം ഞങ്ങളെ ബാനർ രജിസ്റ്ററായി മുരളി മൂവീസ് എന്നുള്ള ഞാൻ ഷെരീഫ് ഐ വി ശശി എന്നുള്ള ഒരു ബാനർ രജിസ്റ്ററായി കഴിഞ്ഞു. ഞങ്ങൾ എന്തെടുത്താലും ഞങ്ങൾക്കൊരു ഒരു പേര് വന്നു. ഇപ്പം ഒരു റിസ്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്ത പടമാണ്. പക്ഷേ അത് റിസ്കേ ഇല്ലായിരുന്നു ആക്ച്വലി. അത്രയും സൂപ്പർ ഹിറ്റായി. സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ശരിക്കും അന്നൊക്കെ ഈ ഫിലിം മേക്കിംഗ് വളരെ ടഫായിരുന്നു വെച്ചിട്ട്, അതായത് ഇത്രയും ലാവിഷായിരുന്നു അന്നൊക്കെ സിനിമ എടുക്കില്ല. ഇല്ല, വളരെ ഇതായിട്ട് മാക്സിമം ഒരു 20 ദിവസം 22 ദിവസത്തിലുള്ള പടം തീരും. മുമ്പ് ഇതവിടെയൊക്കെ 21 ദിവസം പോലും ആയിട്ടില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ലൊക്കേഷൻ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റിൻ്റെ കയ്യിൽ ആർട്ടിസ്റ്റെല്ലാം വണ്ടി ഒരു ബോട്ടാണ്, കംപ്ലീറ്റ് ബോട്ടിൽ കാറൊന്നുമില്ല. ഉദയശൂരിൽ നിന്ന് അവിടുന്ന് അവിടെ ഒരു ഉദയം അവിടെ പോയി ബോട്ട് കയറും. ബോട്ട് കയറി ഇങ്ങനെ പോകും. അപ്പോൾ ആദ്യം ഈ സ്ഥലം പറഞ്ഞിരുന്ന സോമന, കാരണം ആ ഏരിയയിലാണ്, അയാൾക്ക് എല്ലാ ഏരിയ അറിയാം. അപ്പോൾ ഇങ്ങനെ പോയി അവിടെ നിർത്താന്ന് പറയും. അവിടെ നിർത്തി സാധനമൊക്കെ ഇറക്കി, റിഫ്ലക്റ്റഡ് മാത്രമല്ലല്ലോ, വേറെ ലൈറ്റ്സ് ഒന്നും ഇല്ല, അങ്ങനെ എടുത്തത്. അത് ഷൂട്ടിങ് തീർന്നതെന്ന് അറിഞ്ഞിട്ടില്ല, അത്ര ഈസി ആയിട്ട് പോയി പടമായിരുന്നു. ശശിയുടെ മുമ്പ് ഒരിക്കൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അവളുടെ രാവുകളൊക്കെ നടക്കുമ്പോഴാണ് ഈ ഫിലിം ഫുൾ മാഗസിനില്ലാന്ന് വളരെ കുറച്ചും കിട്ടും എന്നുള്ളത് അറിഞ്ഞു തുടങ്ങുന്നത്. കുറച്ച് ഫിലിമൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടെടുത്ത പടമായിരുന്നല്ലോ. 80 അടിയോടൊക്കെ ഞാൻ ഒരു സീനൊക്കെ തീർത്തിട്ടുണ്ട്. വളരെ റണ്ണാകുമ്പോഴത്തേ ആക്ഷൻ പറയും, കട്ടും പറയും, അങ്ങനെ എടുത്ത് തീർത്താണ്. കാരണം ആ ബാങ്കിൻ്റെ കാര്യം മാത്രം എടുക്കും. മനസ്സിലാദ്യമേ ഫിലിം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് എന്താണെന്ന് ആദ്യം അറിയാം, അത് മാത്രം എടുത്ത് വെച്ചിട്ട് എടുത്തു. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അവിടെ നിന്ന് ഒരു ക്യാമറ ഇപ്പോൾ ഒരു ക്യാമറ ഇപ്പം ചെയ്യാറുണ്ട്. പക്ഷേ അന്ന് അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഫെസിലിറ്റി മാത്രമല്ല, അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ പിന്നീടൊരു സിനിമയുടെ ഒരു മേക്കിങ്ങിലൊരു ലാവിഷ്നെസ് വന്നല്ലോ. നമുക്ക് ഒരു സീൻ തന്നെ, അതെ, ഒരുപാട് ഷോട്ട്സ് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് വേണ്ടത് നോക്കി മുറിച്ചെടുക്കുക. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കാലഘട്ടം വന്നപ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? മറ്റേ നമ്മൾ ആ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടെടുക്കുന്ന അത് തന്നെയായിരിക്കും ബെറ്റർ റിസൾട്ട് ഉണ്ടാവുക? അല്ല, ഞാൻ 2-3 ക്യാമറ ഉണ്ടെങ്കിലും ആ ക്യാമറൻ്റെ ലെൻസ് വരെയായിരിക്കും, അതിൻ്റെ ഷോട്ട് വരെയായിരിക്കും. അത് മൂന്നും യൂസ് ചെയ്യുന്ന ഷോട്ടേ വയ്ക്കുള്ളൂ. അല്ലാണ്ട് ഒരേ ഷോട്ട് തന്നെ ഒരേ ആംഗിൾ വെച്ചിട്ട് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. വലിയ ക്രൗഡഡ് സീനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ അറിയോ, ഈ ഒന്നാമത് ചിലത് ഞാൻ ക്യാമറ ആൾക്കാർ ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുമ്പം നമ്മൾ ക്യാമറയിൽ അവർ ശ്രദ്ധിക്കാൻ, ഞാൻ ഇപ്പോഴും ആദ്യം ആർട്ടിസ്റ്റിനേക്കാളും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം അടുത്ത ക്യാമറ നോക്കി കഴിഞ്ഞാൽ കാണിച്ചാൽ വൃത്തിയിടാവും. അതുകൊണ്ട് കാരണം എപ്പോഴും എൻ്റെ ആർട്ടിസ്റ്റിനേക്കാളും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ആരെ എന്ത് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഈ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ശരിക്കും പഠിച്ചു. അപ്പോൾ ഈ ഒരു ക്യാമറ ചിലപ്പോൾ വെറുതെ ക്രൗഡ് എടുക്കാൻ വേണ്ടി ആയിരിക്കില്ല, ക്രൗഡിനെ പറ്റിക്കാനുള്ള ക്യാമറ ആയിരിക്കും. ശരി, അവരത് നോക്കി അവർ നോക്കുന്ന വ്യൂ നമുക്ക് വേണ്ടത് ആ വ്യൂ പോയിന്റ് ആയിരിക്കും.